നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ഷാഫിയെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് BJP-ക്കെതിരായിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടി അയക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി വടകരയുടെ നാളത്തെ പ്രതീക്ഷയായ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. ബഹുമാനമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി വേദിയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ UDF-ന്റെ പ്രമുഖരായ നേതാക്കന്മാർ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വടകരയുടെ ജനകീയ MLA ശ്രീമതി KK രമ ഉൾപ്പെടെയുള്ള UDF-ന്റെ, കോൺഗ്രസിന്റെ, ലീഗിന്റെ, RMPയുടെ പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെയും മാക്കൂർ പീടിക പ്രദേശത്തുള്ള പൗരാവലിക്ക് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾക്ക് വിലപ്പെട്ട സമയമാണ് ഇപ്പോൾ. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി നിങ്ങളോട് സംസാരിക്കുന്നു. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. ഈ മാക്കൂൽ പീടികയിൽ ഏതാണ്ട് 9:30-10 മണിയാകുമ്പോൾ എത്തിച്ചേരാമെന്ന് ആഗ്രഹിച്ചതും വിചാരിച്ചതുമാണ്. നമ്മൾ ഇതുവരെ 2 പോയിന്റേ പിന്നിട്ടിട്ടുള്ളൂ. പക്ഷേ പോയിന്റുകളിൽ മാത്രമല്ല, വഴിയിലുടനീളം നമ്മുടെ അമ്മ പെങ്ങന്മാരും കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വഴിയരികിൽ ഇറങ്ങി നിന്ന് ഇത്തവണ നമുക്ക് നൽകുന്ന ശക്തമായ പിന്തുണ അത് കാണുമ്പോൾ അവരെ കാണാത്ത തരത്തിൽ പോരാൻ കഴിയാത്തത് കൊണ്ടാണ് കുറച്ച് നേരം വൈകിയത്. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഈ പൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെ ഈ ചൂടത്ത് കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാം. എന്ത് സംഭവിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഉറച്ച തീരുമാനമെന്ന് നിങ്ങൾ ഓരോരുത്തരും തെളിയിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ നോമിനേഷൻ കൊടുത്തു. ഇന്നലെ നോമിനേഷൻ കൊടുക്കുമ്പോൾ ആയിരക്കണക്കിന് സഹോദരിമാർ, അമ്മമാരാണ് നമ്മള് ആ നോമിനേഷന്റെ റാലിയിൽ പങ്കെടുത്തത്. അത് നട്ടുച്ച വെയിലത്ത് അവരിൽ ഒരാൾ പോലും പിരിഞ്ഞു പോകാതെ അവരെല്ലാവരും മുദ്രാവാക്യം വിളിച്ച് ഒരുമിച്ച് അണിനിരന്ന ആ റാലിയിൽ പങ്കെടുത്തു. ആ റാലിയിൽ പങ്കെടുത്തപ്പോൾ അവര് നടത്തിയൊരു പ്രഖ്യാപനം എന്താണ്? വടകരയുടെ അമ്മ മനസ്സ് ഇത്തവണ ആർക്കൊപ്പം എന്ന് ചോദിച്ചാൽ ബസ്സിലുള്ള ആൾക്കാരൊക്കെ സഹായിക്കുന്നതായിരിക്കും. എല്ലാവരോടും പറയണം, കൂടി വടകരയിൽ വടകരയുടെ അമ്മ മനസ്സ് ആർക്കൊപ്പമാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. വടകരയിലെ അമ്മ മനസ്സ് ഇത്തവണ ജനാധിപത്യ മുന്നണിക്കൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ് എന്ന് തെളിയിച്ചതാണ്. എന്തിനു വേണ്ടിയാണ് അവർ പങ്കെടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് നാടിന്റെ ഐക്യവും പുരോഗതിയുമാണ്. ഇന്ത്യ രാജ്യത്തെ നമ്മൾ ഒരുമിപ്പിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ പദയാത്ര നടത്തി പറഞ്ഞത് രാജ്യത്തെ ജനങ്ങളോട് തമ്മിലടിക്കാനല്ല, രാജ്യത്തെ ജനങ്ങളോട് ഒരുമിക്കാൻ പറഞ്ഞ് രാജ്യം മുഴുവൻ നടന്നൊരു നേതാവുണ്ടെങ്കിൽ അത് ഇപ്പോ രാഹുൽ ഗാന്ധി മാത്രമാണ് എന്നുള്ളത് നമുക്ക്